ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത് അക്കാദമിക് കൗൺസിലറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ അടുത്തും ഒരു സോറി പറയാണ്. നമുക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം വെബിനാർ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ എല്ലാവരും സഹകരിച്ചതിന് ഒരുപാട് താങ്ക്സ്. സോ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവിസിബിൾ റെമഡിയേഷൻ എന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ LDയുടെ ഏർലി സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്നത്തെ സെഷനിലൂടെ നമുക്കറിയാം LD ഉള്ള കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഗൈഡൻസ് അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിലും സ്കൂളിലൊക്കെയുള്ള അവൾ ദിനേന ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അവരുടെ പഠനശേഷി വളർത്താം, അതൊരു അവസരമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വെബിനാറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും കളിക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടുജോലികൾ സഹായിക്കുമ്പോൾ, കഥകൾ കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ മെമ്മറി പവറും ലാംഗ്വേജ് സ്കില്ല് ഒക്കെ വളർത്താൻ സഹായിക്കും. ഇത് കുട്ടികൾക്ക് ഒരു പഠന പരിശീലനമാണെന്ന് തോന്നാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് പഠനം നടക്കുന്നതാണ് ഇൻവിസിബിൾ റെമഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്ക് നമ്മുടെ നോർമൽ ഡെയിലി ലൈഫിൽ എങ്ങനെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം, അതുപോലെ കോൺസെൻട്രേഷൻ, മെമ്മറി പവർ ഒക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു സെഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ വർഷ മാമാണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ മാം നടത്തി വരുന്നു. മാമിന്റെ തന്നെ LDയുടെ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റിന്റെ 3rd ബാച്ച് ജൂൺ 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കിടക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വർഷ മാമിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you so much, Rahmat. Hi all, good evening. ഗുഡ് ഈവനിങ്. Good evening, ma'am. Good Good evening evening, all. ma'am. Good evening. അപ്പം നമ്മൾ ഓൾറെഡി ഇന്നലത്തെ വെബിനാറിൽ കുറച്ച് ഏർലി ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഒരു KG ലെവലില് എങ്ങനെ നമുക്ക് LD റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി മുന്നേ തന്നെ ഉള്ള ഒരു സയൻസ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന ഇൻവിസിബിൾ റെമഡിയേഷൻ എന്നുള്ള ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തെറാപ്പി സെന്ററിൽ പോയിട്ട് ഒരു 1 hour ഇരുന്ന് ചെയ്യുന്നതും അല്ലെങ്കിൽ റെമഡിയൽ ക്ലാസ് എടുക്കുന്നതിനേക്കാളും നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ, വീട്ടിലും ക്ലാസ് റൂമിലൊക്കെ. അതുപോലെ തെറാപ്പിയിൽ നമുക്ക് ചിലപ്പോൾ ഒരു 1 hour ആയിരിക്കില്ലേ കുട്ടീനെ കിട്ടുക. അപ്പൊ അതിന് ശേഷമുള്ള ടൈമില് ഇവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ ടീച്ചേഴ്സിനും പാരന്റ്സിനും ഗൈഡ് ചെയ്യാൻ പറ്റണേ. അപ്പൊ അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഇൻവിസിബിൾ റെമഡിയേഷൻ എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ നമ്മൾ എവറിഡേ ആക്ടിവിറ്റീസ് ചെയ്യില്ലേ. അപ്പൊ എവറിഡേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ച്വലി ഈ ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഗ്യാപ്പ് ആണെങ്കിലും സ്ലോ ലേണിംഗിലൊക്കെ ആണെങ്കിലും അതിനുള്ള ഇന്റർവെൻഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാ പറയണം. അതുപോലെ ബ്രെയിൻ സ്കിൽ ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്നുവെച്ചാൽ പെർട്ടിക്കുലർലി നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ ഇരുന്ന് ഒരു റെമഡിയേഷൻ ടെക്നിക്ക് പോലെ ആ ഒരു രീതിയിലല്ലാതെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഇൻവിസിബിൾ റെമഡിയേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോ ഇതില് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതുവഴി ഇംപ്രൂവ് ആവുന്ന ബ്രെയിൻ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തത് അറ്റൻഷൻ തന്നെ ആയിരിക്കുള്ളൂ. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ
ആ ഒരു എബിലിറ്റി ടു ഫോക്കസ്, അതാണ് അറ്റൻഷൻ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോട്ടീസ് ചെയ്യുക, അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറ്റൻഷനിൽ വരാ. ശരിക്കും ഒരു ലേണിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അറ്റൻഷൻ എന്നുള്ളത്. കാരണം ഒരു കാര്യം നമ്മൾ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്കത് നമ്മുടെ മെമ്മറിയിലേക്ക് വരാം, അല്ലെ, നമുക്കതിനെ വീണ്ടും റിട്രീവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോ ബ്രെയിനിന്റെ എബിലിറ്റി ടു ഫോക്കസ് ഓൺ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ, അതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റണം. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും അതിനൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയണത്. ഓക്കെ. പിന്നെ നമുക്ക് വർക്കിംഗ് മെമ്മറിയിൽ അതിലൊരു ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു നോട്ട് പാഡ് എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളത് നോട്ട് ചെയ്തൊക്കെ എടുക്കില്ലേ. അപ്പൊ അതേപോലെയാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റാം. ഓക്കെ. ഇപ്പോൾ ഒരു ടീച്ചർ പറയാണ് നോട്ട്ബുക്ക് എടുക്കുക, ഡേറ്റ് എഴുതുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ദ ഹെഡിങ്, അല്ലെങ്കിൽ ആൻസർ ക്വസ്റ്റ്യൻ 1 എന്നൊക്കെ പറയുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യണം, ആ എല്ലാ സ്റ്റെപ്സും ആക്ച്വലി ആ കുട്ടി അത് റിമെമ്പർ ചെയ്യണ്ടേ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഈ വർക്കിംഗ് മെമ്മറി ആണ് അവിടെ യൂസ് ചെയ്യണേ. അപ്പൊ എബിലിറ്റി ടു ഹോൾഡ്, അതുപോലെ ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുക ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്ന സമയത്ത്, അതാണ് വർക്കിംഗ് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക ഇൻഫോർമേഷൻ അത് ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെ വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാനും നമുക്ക് ഓർഗനൈസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു ടാസ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ നമുക്ക് മോണിറ്റർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ, അതിനെയാണ് ഈ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയണേ. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കാം ഇതെന്താ ചെയ്യേണ്ടത്, കുട്ടികൾക്ക് അറിയാം ഇത് ഇങ്ങനെ ചെയ്യണം എന്നറിയാം, പക്ഷെ ഏതൊക്കെ സ്റ്റെപ്സ് എടുക്കണം അല്ലെങ്കിൽ ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ അറിയാൻ ഉണ്ടാവില്ലേ. ഇപ്പൊ സ്കൂൾ ബാഗിൽ കുറെ സാധനങ്ങൾ ടെക്സ്റ്റ് നോട്ടൊക്കെ വേണം എന്നറിയാം, പക്ഷെ ഇത് എങ്ങനെ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്യാം, എന്തൊക്കെ എടുത്ത് വെക്കണം, ടൈം ടേബിൾ നോക്കിയിട്ട് എങ്ങനെ അത് അറേഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയാം. പിന്നെ ഉള്ളത് സീക്വൻസിങ് ആണ്. സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻസ് ആണെങ്കിലും കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിനെയാണ് സീക്വൻസിങ് എന്ന് പറയാം. ഇപ്പോ ഡേറ്റ് എഴുതുക, അല്ലെങ്കിൽ സ്റ്റോറി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് അതിന്റെ സീക്വൻസിൽ പറയാൻ പറ്റുക, അതൊക്കെ ഇല്ലേ, അതിനെയാണ് സീക്വൻസിങ് കൊണ്ടിട്ട് ഉദ്ദേശിക്കണേ. പിന്നെ നമുക്ക് വരുന്നതാണ് സെയിം ഓർഗനൈസേഷൻ സ്കില്ല്. നമുക്ക് മെറ്റീരിയൽസും അല്ലെങ്കിൽ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പറ്റാന്ന് വെച്ചാൽ ലോജിക്കൽ അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് വേയില് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അതാണ് ഓർഗനൈസേഷൻ സ്കില്ലിൽ വരണേ. പിന്നെ നമുക്ക് പ്ലാനിങ് സ്കില്ലാണ്. ഓമേ എന്തോ സീക്വൻസ് ഇതൊന്നും കൂടെ പറയോ? ഏതാണ് സീക്വൻസ് സീക്വൻസ്? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. പറഞ്ഞുതരാം കേട്ടോ. സീക്വൻസിങ് എന്ന് പറഞ്ഞാലേ നമുക്ക് കറക്റ്റ് ഓർഡർ ഇല്ലേ. ഇപ്പൊ ബ്രഷ് ചെയ്യണം എന്ന് വിചാരിച്ചോ. ഇപ്പൊ ബ്രഷ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ, നമ്മൾ ആദ്യം ആ ടൂത്ത് പേസ്റ്റ് എടുക്കണം, അല്ലെ, ആദ്യം ബ്രഷ് ഒന്ന് വാഷ് ചെയ്യണം, ടൂത്ത് പേസ്റ്റ് എടുക്കണം, ബ്രഷിൽ അത് അപ്ലൈ ചെയ്യണം, എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യണം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് അല്ലേ. ഇപ്പൊ ഒരു ബുക്ക് കവർ ചെയ്യണമെങ്കിൽ അല്ലെ, നമുക്ക് ആദ്യം ആ കവർ കട്ട് ചെയ്തെടുക്കണം, ബുക്കിന്റെ അളവനുസരിച്ചിട്ട് കട്ട് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യണം, അങ്ങനെ അതെല്ലാം ഒരു ഓർഡർ ഇല്ലേ. ആ ഓർഡറിനെയാണ്, അല്ലെങ്കിൽ ആ ഓർഡറിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ, അതിനെയാണ് സീക്വൻസിങ് എന്ന് പറയണേ. കറക്റ്റ് ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യത്തിനെ. മനസ്സിലായോ? ഓക്കെ മാം, മനസ്സിലായി. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മള് പ്ലാനിങ് സ്കില്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്ലാനിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൂട്ടി ഒരു ടാസ്ക് എന്ത് ചെയ്യാ, മുന്നേ തന്നെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതാണ് പ്ലാനിങ് സ്കിൽസിൽ വരിക. അപ്പോ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യുന്ന കാര്യമായിരുന്നു. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാൻ ഓർഗനൈസിങ്, ഇതെല്ലാം അതിലാണ് വരിക. മോണിറ്റർ ചെയ്യുക,
സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു ഓർഡർ, അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി ലോജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റുക. പ്ലാനിങ് എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് വിഷ്വൽ ട്രാക്കിംഗ്. വിഷ്വൽ ട്രാക്കിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇപ്പൊ നമ്മളൊരു സെന്റൻസ് വായിക്കാന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾ അതിലിങ്ങനെ നോക്കില്ലേ, ആ ഒരു സെന്റൻസ്, ആ ഫസ്റ്റ് ലൈൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ നോക്കുമല്ലോ. അപ്പൊ നമുക്ക് നമ്മളുടെ ഐസിന്റെ എബിലിറ്റീനാണ് അത് പറയണത്. പക്ഷെ സ്മൂത്ത്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫോക്കസ് മാറാതെ നമുക്ക് ഈ ഒബ്ജക്ട്സ് ഡിഫറെന്റ് ഒബ്ജക്ട്സിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെന്റൻസ് ഒക്കെ എഴുതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റണ്ടേ. ഇപ്പൊ നമ്മള് LD ഉള്ള ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഈ സെന്റൻസ് വായിക്കുന്ന സമയത്ത് ചില വേർഡ്സോ സെന്റൻസോ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോവാറില്ലേ? കാരണം ചിലപ്പോൾ അവരിങ്ങനെ വായിച്ചു വരുമ്പോഴേക്കും അവർ ആ സെന്റൻസിന്റെ ബാക്കി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അത് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഏകദേശമുള്ള കുട്ടികളും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ വിഷ്വൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മൂത്ത്ലി ആ ഒരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റാം. ഓക്കെ, അപ്പൊ പുവർ ആയിട്ടുള്ള വിഷ്വൽ ട്രാക്കിംഗ് ആണെങ്കിൽ എന്ത് പറ്റും, അവര് വേർഡ്സ് സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോ നമ്മളൊരു ബോർഡിൽ എന്തെങ്കിലും കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഈ ബുക്കിൽ എഴുതുന്ന സമയത്ത് കുറെ ഒന്നും ഉണ്ടാവില്ല. കാരണം അവരിങ്ങനെ ട്രാക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അവിടെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ ഉള്ളത് വിഷ്വൽ ഡിസ്ക്രിമിനേഷനാ. വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസസും സിമിലാരിറ്റീസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഷേപ്പും ലെറ്റേഴ്സും നമ്പേഴ്സും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഡിഫറൻസസും സിമിലാരിറ്റീസ് ഒക്കെ മനസ്സിലാക്കാന്നുള്ളതാണ് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ ബിയും ഡിയും തമ്മിൽ അല്ലെ, അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ അത് മനസ്സിലാവുക, 6, 9 അങ്ങനെ. ഓക്കെ, പിന്നെ വിഷ്വൽ മെമ്മറി ആണ് വരുന്നത്. വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുക, നമ്മൾ കണ്ട ഒരു കാര്യത്തിനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള സമയത്ത് തന്നെ റീകോൾ ചെയ്യാൻ പറ്റുക, റിട്രീവ് ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങളാണ് വിഷ്വൽ മെമ്മറിയിൽ വരിക. പിന്നെ ഓഡിറ്ററി പ്രോസസ്സിംഗ് ആണ്. ഓഡിറ്ററി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് എന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുക നമ്മൾ കേൾക്കുന്ന കാര്യം. ജസ്റ്റ് ആ സൗണ്ട് കേൾക്കാന്നുള്ളതല്ലാതെ ഇപ്പൊ ഒരാളൊരു ക്യാറ്റ് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് എല്ലാം നമ്മൾ കേൾക്കണം അല്ലെ, അതില് ആ കേൾക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്, അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓഡിറ്ററി പ്രോസസ്സിംഗ് വീക്ക് ആവുമ്പോ എന്താ പറ്റുക, ഇവർക്ക് ഈ ഒരു ടീച്ചർ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഉള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉണ്ട്. ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ലാംഗ്വേജ് അല്ലെങ്കിൽ റിട്ടേൺ ലാംഗ്വേജിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളതാണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ലാംഗ്വേജിനെ മനസ്സിലാക്കുക, എഴുത്താണെങ്കിലും വായന ആണെങ്കിലും അതിനെയാണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയാം. പിന്നെ പ്രോസസ്സിംഗ് സ്പീഡ് ആണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണോ നമ്മുടെ ബ്രെയിൻ എത്ര പെട്ടെന്നാണോ ഇൻഫോർമേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ ഒരു റെസ്പോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ ചില കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം അറിയായിരിക്കും, പക്ഷെ എന്നാലും അവര് അതിനെ പ്രോസസ് ചെയ്ത് എടുക്കാൻ സമയം എടുക്കില്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇവരായിരിക്കും ഏറ്റവും വൈകിയ ആൻസർ പറയാം, പക്ഷെ ഇവർക്ക് ഓൾറെഡി ആൻസർ അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവര് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും സ്പീഡ് ചിലപ്പോൾ കുറവായിരിക്കും. സോർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കാന്ന് വെച്ചോ, കുറച്ച് ബീറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ അതിനെ സോർട്ട് ചെയ്യാൻ കൊടുത്താലും ചിലപ്പോൾ ഇവര് എക്സ്ട്രാ സമയം എടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഏതിലാ വരുന്നത്, പ്രോസസ്സിംഗ് സ്പീഡിലാണ് അതൊക്കെ വരുന്നത്. പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ഹാൻഡ്സിന്റെ ഒക്കെ ചെറിയ മസിൽസ് ഉണ്ടാവും, നമ്മൾ ഫിംഗേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇപ്പോ റൈറ്റിംഗ് ആണെങ്കിലും കട്ടിംഗ് ആണെങ്കിലും ബട്ടണിങ് ആണെങ്കിലും അങ്ങനെയുള്ള ടാസ്കുകൾക്കൊക്കെയാണ് നമ്മൾ ഈ ഫൈൻ മോട്ടോർ സ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണേ. അപ്പൊ ഈ ഫൈൻ മോട്ടോർ സ്കില്ലില് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമായിരിക്കും. അതേപോലെ ഇവർ എന്തെങ്കിലും നമ്മൾ സിസേഴ്സ് ഒക്കെ കൊടുത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടുക, അതുപോലെ സിബ് ചെയ്യുക, അതിനൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, പിന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കിൽസ്. വിഷ്വൽ സ്പേഷ്യൽ സ്കിൽസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താ സ്പേസ് മനസ്സിലാക്കാൻ പറ്റുക, ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്തേക്കുന്നതിന്റെ ആ സ്പേസും അങ്ങനത്തെ കാര്യങ്ങൾ പൊസിഷൻ ചെയ്തേക്കുന്നതും അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കില്ലിൽ വരിക. പിന്നെ നമ്പർ സെൻസ് ആണ്. നമ്പർ സെൻസ് എന്ന് പറയുമ്പോഴേക്കും അതിൽ വരുന്ന
നമ്പേഴ്സിനെ മനസ്സിലാക്കുക, ക്വാണ്ടിറ്റീസ് മനസ്സിലാക്കുക, മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ്, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, അഡീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള അറിവ്, അതാണ് നമ്പർ സെൻസിൽ വരിക. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻവിസിബിൾ റെമഡിയേഷൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന റെമഡിയേഷനിൽ ഈ സ്കില്ലുകൾ ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന റെമഡിയേഷൻ ആക്ടിവിറ്റീസിൽ ഇതും കൂടി അവിടെ ഇംപ്രൂവ് ആവും എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ ഈ സ്കിൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ കുട്ടികളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണേ ഇൻവിസിബിൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാം. ഈ പറയുന്ന പോലെ നമുക്ക് ആകെ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 1 hour ആയിരിക്കാം. നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു, അതിനുള്ള റെമഡിയേഷൻ ടെക്നിക്സ് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പാരന്റ്സിനെയും കൂടി ഗൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് വീട്ടിൽ പോയിട്ട് കുട്ടികൾ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതില് വരുന്നതാണ് ഒന്നാമത്തെ കാര്യം, സ്കൂൾ ബാഗ് പാക്ക് ചെയ്യില്ലേ. അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പാരന്റ്സ് തന്നെ ചെയ്തു കൊടുക്കും അല്ലെ. അപ്പൊ സ്കൂൾ ബാഗ് പാക്ക് ചെയ്യാന്ന് പറയുമ്പോ അവിടെ എന്താ പറയണ്ടേ, കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ലിസ്റ്റ് കൊടുക്കാം. ഇതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ എന്തൊക്കെ സാധനങ്ങളാണ് ബാഗിൽ ആവശ്യം എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ആ ചെക്ക് ലിസ്റ്റ് വായിച്ച് ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ബുക്സ് എടുത്ത് വെക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന ഒരു ടൈം കൊടുക്കുക, ആ ടൈമിൽ കറക്റ്റ് ബാക്ക് പാക്ക് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഓൾറെഡി എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് മനഃപൂർവ്വം ഒരു 2-3 ബുക്സോ അല്ലെങ്കിൽ പെൻസിൽ ബോക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കേണ്ടത് ഇതിൽ എന്താണ് മിസ്സിങ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതൊരു നാച്ചുറലി സംഭവിക്കുന്ന കാര്യം. കാരണം അവർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ബാഗ് പാക്ക് ചെയ്യണമല്ലോ. അപ്പൊ അവർ സാധാരണ ബുക്ക് എടുത്ത് ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പതുക്കെ അവര് മാത്രമായിട്ട് എടുത്ത് വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇത് കുട്ടികളുടെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവരെ കൊണ്ട് പ്ലാൻ ചെയ്യിപ്പിക്കുക, ഇത് എപ്പോ എടുത്ത് വെപ്പിക്കണം, അതുപോലെ മിസ്സിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് ഓരോ ബുക്സ് പേര് വായിച്ച് എടുത്ത് വെക്കുക. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവർക്ക് അത് വായിക്കാനുള്ളതായിട്ടില്ല എന്നാണെങ്കിൽ ബുക്സിന്റെ മേലെ സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ആ സ്റ്റിക്കേഴ്സ് ആ ടെക്സ്റ്റ് ബുക്കിന്റെ പൊക്കത്ത് നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, ഈ കുട്ടീന്റെ കയ്യിൽ ഒരു പേപ്പറിൽ സെയിം സ്റ്റിക്കേഴ്സ് തന്നെ ഒരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ സ്റ്റിക്കേഴ്സ് വരുന്ന ബുക്സ് മാത്രം എടുത്ത് വെക്കാൻ പറയാം. അതിപ്പോ സ്കൂൾ ബാഗ് തന്നെ ആവണമെന്നില്ലേ, ഇപ്പൊ നമുക്ക് ഒരു അറേഞ്ച് ചെയ്യണം, കുറച്ച് ബുക്സ് എടുത്ത് മാറ്റി വെക്കണം, അങ്ങനെയാണെങ്കിലും സെയിം ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ അത് ആക്ച്വലി ഇവർക്ക് ആ ഒരു ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യാൻ. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബുക്സിന്റെ പേര് പറഞ്ഞിട്ട് ഇത്രയും ബുക്സ് ഒന്ന് എനിക്ക് എടുത്തുകൊണ്ട് വന്ന് തരുമോ എന്ന് പറയാ. അപ്പൊ ഇവരിത് ആലോചിച്ചിട്ട് ആ ഇൻസ്ട്രക്ഷൻ അങ്ങനെ കീപ്പ് ചെയ്തിട്ട് വേണം നമുക്കത് എടുത്ത് കൊണ്ടുവന്ന് തരാൻ. അപ്പൊ ആക്ച്വലി ഇവര് ചെയ്യുന്ന ചെറിയൊരു കാര്യമാണെങ്കിലും അവിടെ ആക്ച്വലി വർക്കിംഗ് മെമ്മറി, അതുപോലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, പ്ലാനിങ് ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ വായിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ഇവിടെ ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്യുന്നുണ്ട്, വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ സ്റ്റാറിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യണ്ടേ ഇവര്, ഏതാണ് ഏത് ബുക്കാണ് ഏത് സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കണേ, അത് കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കണം. പിന്നെ അതേപോലെ നമ്മൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊക്കെ ആക്ച്വലി ഒരു റെമഡിയേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന. അപ്പൊ ഇത് ഡെയിലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള രീതിയിൽ പറയാം. സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, Yes, ma'am. പിന്നെ Yes. അതുപോലെ ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മള് ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്യില്ലേ, അതും നമുക്ക് ചെയ്യിപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയാ നീ പോയിട്ട് ഒരു പ്ലേറ്റ്, ഒരു സ്പൂണ്, ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 2 സ്പൂണ് അല്ലെങ്കിൽ 2 ഗ്ലാസ് നമ്മളെപ്പോഴും നമ്പർ ചെയ്ത് പറയാ. ഇപ്പൊ നമ്മൾ ചിലപ്പോ കുട്ടികൾ എടുത്ത് വന്ന് തരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറയാ നീ കിച്ചണിൽ പോയിട്ട് കുറച്ച് പ്ലേറ്റ് എടുത്തിട്ട് വന്നേ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തിട്ട് വന്നേ എന്ന് പറയുമ്പോ അവിടെ ഓൾറെഡി എടുത്തു വെച്ച പ്ലേറ്റ് ആയിരിക്കും ചിലപ്പോൾ എടുത്തുകൊണ്ടുവന്ന് തരിക. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അത് നമ്പർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ കറക്റ്റ് ഒരു നമ്പർ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. 1 പ്ലേറ്റ്, 1 സ്പൂൺ, 1 ഗ്ലാസ്, അല്ലെങ്കിൽ 2 പ്ലേറ്റ്, 3 പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്പർ ചെയ്യുക. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക, ആ കുട്ടി അവിടെ കൗണ്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ പറഞ്ഞ ഇൻഫോർമേഷൻ ആയിട്ട് അവിടെ മാച്ച് ചെയ്ത സാധനങ്ങൾ വേണം എടുത്തിട്ട് വരാൻ. നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ്ലി അത് അവര്
കൊണ്ടുവരണം. ഈ നമ്പർ കോൺസെപ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചിട്ട് വേണം ആ കുട്ടി അത് പോയി എടുക്കാൻ, അല്ലെ? അപ്പൊ അവിടെ കൗണ്ടിങ് വരുന്നുണ്ട്, സീക്വൻസിങ് വരുന്നുണ്ട്, അറ്റൻഷൻ വരുന്നുണ്ട്. അപ്പോ ഇത് പതുക്കെയും ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മൾ റെമഡിയേഷനിലേക്ക് പോകുമ്പോൾ വേറെ മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും മെയിൻ ആയിട്ട് SLD ഫോക്കസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ. പക്ഷെ നമ്മൾ ഏറ്റവും ബേസിക്കലി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു എന്താ പറയാ ബേസിക് ആക്ടിവിറ്റി നമ്മൾ പറയണേ. അപ്പൊ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ കൊടുക്കുക, നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക, അതേപോലെ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിട്ട് അവരോട് ഒരു പേപ്പറിൽ എഴുതാൻ പറയാ. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്പർ എഴുതിയിട്ട് പ്ലേറ്റ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് എന്തെങ്കിലും വരച്ച് വെക്കാൻ പറയാ. എന്നിട്ട് അത് പോയി എടുത്തിട്ട് വരണം. അപ്പൊ അവർക്ക് അവിടെ എഴുത്തും വരുന്നുണ്ട്, ആ വിഷ്വൽ സ്പേഷ്യൽ സ്കിൽ ഉണ്ട്, സീക്വൻസിങ് ഉണ്ട്, പിന്നെ അതുപോലെ അറ്റൻഷൻ വേണം. അപ്പൊ അത് അവർക്ക് കുറച്ചും കൂടി ഇത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളതാണ് ഗ്രോസറീസ് ഒക്കെ സോർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഒരു കവറിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സ്നാക്സും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെ തെറാപ്പി റൂമിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ സോർട്ടിങ്ങിന് ബീഡ്സ് കൊടുത്തിട്ടുണ്ടാവാം, ബ്ലോക്ക് കൊടുത്തിട്ടുണ്ടാവാം, സ്ട്രോ കൊടുത്തിട്ടുണ്ടാവാം, സീക്വൻസ് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഹൗസ് ഹോൾഡ് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, നമ്മൾ കടയിലൊക്കെ പോയി വരുന്ന സമയത്ത് ആ ഒരു കവറിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടാവുമ്പോൾ അത് കവറിൽ നിന്ന് ആ കിറ്റിൽ നിന്ന് എടുത്തിട്ട് ആ കുട്ടീനോട് സോർട്ട് ചെയ്യാൻ പറയാ. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, വെജിറ്റബിൾസ് എന്താണ്, അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ളത് മാത്രം മാറ്റി വെക്കുക. അങ്ങനെ ഏത് രീതിയിലാണോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സോർട്ടിങ്, നമുക്കറിയാലോ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എങ്ങനെയാണോ സോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ പറയാം. അപ്പോ ഇതിങ്ങനെ പതുക്കെ ആയി വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഗ്രൂപ്പിംഗ് ഇതൊക്കെ ഇൻക്രീസ് ആവും. അപ്പൊ ഇവർക്ക് കാറ്റഗറൈസ് ചെയ്യാനും ആ ഒരു വിഷ്വൽ ഡിസ്ക്രിമിനേഷനും LDക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. കാരണം ഇവര് എഴുതുന്ന സമയത്ത് സോർട്ട് ചെയ്യുക, മാത്സ് അതില് അവർക്ക് ഓരോ കാര്യങ്ങള് ബിഗർ, ലാർജർ, സ്മോളർ ഇതൊക്കെ മാറ്റി വെക്കണ്ടേ. അപ്പൊ അതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സോർട്ടിങ് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഈ ഫുഡ് ലേബലൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് കൊടുക്കുക. ഇപ്പോ സാധനങ്ങളുടെ പേര് വായിക്കാൻ. ഇപ്പൊ അത് കുറച്ച് എന്താ പറയാ സമയം എടുക്കുന്ന പരിപാടി ആയിരിക്കുള്ളൂ. ഇപ്പൊ കുട്ടികളെയും കൊണ്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവർ ആ സാധനം എടുത്തിട്ട് വായിക്കാൻ ടൈം എടുക്കും. അപ്പോഴേക്കും നമുക്ക് ധൃതി ചെയ്ത് പറഞ്ഞാൽ നമ്മൾ അത് ആദ്യമേ എടുത്ത് വെക്കുന്നുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു സാധനമെങ്കിലും ചെറിയ പേരുള്ള എന്തെങ്കിലും അവരെ കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിപ്പിക്കുക എപ്പോഴും സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുമ്പോ. അല്ലെങ്കിൽ നമ്മൾ ഈ ലെറ്റർ കണ്ടുപിടിച്ചേന്ന് പറയാം, അല്ലെങ്കിൽ അതിലുള്ള എക്സ്പയറി ഡേറ്റ് നോക്കി നമ്പർ വായിക്കാൻ പറയാം. ചെറിയ ചെറിയ പേരുകളോ ഇൻസ്ട്രക്ഷനോ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവരെ കൊണ്ട് നമ്മൾ വായിപ്പിക്കുക. അപ്പൊ ഇത് ഇവർ വായിച്ചു വരുമ്പോഴേക്കും പതുക്കെ അവരുടെ ആ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇവരുടെ സൗണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന പ്രൊഡക്റ്റ് നെയിം ഫുള്ള് വായിക്കാൻ പറയണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇപ്പൊ ചോക്ലേറ്റ്സിന്റെ സെഷൻ ആണ്, അപ്പൊ അതില് ഒരു ചോക്ലേറ്റിന്റെ നമ്മൾ പറയണം നിനക്കൊരു ചോക്ലേറ്റ് വാങ്ങിത്തരാം, പക്ഷെ ടേന്ന് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണ ഒരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും വാങ്ങിത്തരാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിം പോലെ ആക്കുക. അപ്പൊ ആ കുട്ടി അത് കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ നമ്മൾ അത് വാങ്ങി കൊടുക്കുന്ന രീതിയിൽ അപ്പൊ ഇൻസ്റ്റന്റ് റിവാർഡും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അവര് പിന്നെയും അത് ഫോളോ ചെയ്യാനും ശ്രമിക്കും. അപ്പൊ ഫുഡ് ലേബിൾസ് വായിക്കാൻ കൊടുക്കുക, അത് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അവരെ കൊണ്ട് അത് വായിപ്പിക്കുക. എല്ലാം വേണമെന്നില്ല. ഇപ്പൊ എല്ലാ ദിവസവും എല്ലാം വായിപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ അവർക്ക് അതൊരു മടുപ്പാവും, ദേഷ്യമാവും. അറ്റ്ലീസ്റ്റ് ഒരു 2-3 സാധനങ്ങളുടെ പേരെങ്കിലും അവർക്ക് വായിക്കാനായിട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ ഉള്ളത് ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എഴുതിക്കുക. അവർക്ക് എഴുതാൻ ചിലപ്പോ അത്ര അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ വേഗം എഴുതണം അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പാരന്റ്സ് ഡിക്റ്റേറ്റ് ചെയ്യുക. ഷോപ്പിങ്ങിന് പോകണം മുന്നേ ഉള്ള കാര്യങ്ങള് ഡിക്റ്റേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ സൗണ്ട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ലെറ്റർ പറയുമ്പോൾ അവർ കറക്റ്റ് ആയിട്ടാണോ ലെറ്റർ എഴുതണേ, അവർ എഴുതുന്നതിന്റെ സ്പേസിങ് ഇതൊക്കെ. അപ്പൊ നമ്മൾ അവിടെ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യുന്നില്ല. അവരെങ്ങനെയാണോ എഴുതുന്നത് അവരങ്ങനെ തന്നെ എഴുതിക്കോട്ടെ, സഡൻ ആയിട്ട് അത് കറക്റ്റ് ചെയ്യണ്ട. അപ്പൊ അവിടെ ആക്ച്വലി ആ കുട്ടി അത് കേൾക്കുന്നുണ്ട്, അത് റിമെമ്പർ ചെയ്യണം, അത് സ്പെല്ല് ചെയ്യണം, അല്ലേ? അതൊക്കെ സെയിം ടൈമിൽ ചെയ്യുമ്പോഴേക്കും അവിടെ ഡിസ്ഗ്രാഫിയും ഡിസ്ലെക്സിയും ഒക്കെ നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യും ആ കാര്യങ്ങളിലൊക്കെ, ബേസിക് ആണെങ്കിൽ പോലും. അപ്പൊ അവിടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്, വർക്കിംഗ് മെമ്മറി ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ 2 സാധനങ്ങൾ പറഞ്ഞാൽ 2 സാധനങ്ങൾ അവിടെ എഴുതണ്ടേ. അതുപോലെ നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് നോക്കി
ഏതാണോ തീർന്നിരിക്കുന്നത് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയാം. അതും അറ്റൻഷൻ ഇംപ്രൂവിങ് ആണ്. ആ രീതിയിൽ നമുക്ക് കൊടുക്കാം ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതാനായിട്ടൊക്കെ. പിന്നെ അതേപോലെ എന്തെങ്കിലും മാച്ചിങ് കാര്യങ്ങൾ കണ്ടിരിക്കും. മാച്ചിങ് സോക്സ് എന്നാണ് അതിൽ പറയാ. സെവറൽ സോക്സ്, അത് ഒരു റെമഡിയേഷൻ ആക്ടിവിറ്റി കൂടിയിട്ട്. ഇപ്പൊ നമ്മൾ ബീഡ്സ് തമ്മിൽ സോർട്ട് ചെയ്യണ പോലെ കുറെ സോക്സസ് ഇടും. അപ്പൊ എല്ലാ സോക്സിനും പല പെയർ നമ്മൾ മാറ്റി മാറ്റി ആയിരിക്കും വെക്കണം. എന്നിട്ട് കറക്റ്റ് പെയർ ചൂസ് ചെയ്യുക. അപ്പൊ അത് ഈ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ ആ പാറ്റേൺ, കളർ അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് ക്ലോത്ത് ഫോൾഡിങ്. ക്ലോത്ത് ഫോൾഡിങ് ഒക്കെ കൊടുക്കുക. ഇപ്പൊ ഇനി അവര് ചെയ്യുന്നത് തെറ്റാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ടവൽ ആണെങ്കിലും ഇപ്പൊ ഷർട്ട് ആണെങ്കിലും ചെറിയ ചെറിയ ക്ലോത്ത് ആണെങ്കിലും അതൊക്കെ ഫോൾഡ് ചെയ്യിക്കുക. കാരണം അവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആ മൂവ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണം, ഇപ്പൊ ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഷർട്ട് ഫസ്റ്റ് എങ്ങോട്ടേക്കാ ഫോൾഡ് ചെയ്യണ്ടേ, അവിടെ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ വരുന്നുണ്ട്. പിന്നെ അവിടെ എന്താ കറക്റ്റ് ആയിട്ട് ആ മെമ്മറിയിൽ നിൽക്കണത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് ഫൈൻ മോട്ടോർ സ്കില്ലും ഡെവലപ്പ് ചെയ്യാണ്. നമ്മൾ ആ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഫൈൻ മോട്ടോർ സ്കില്ലും അതുപോലെ സീക്വൻസിങ്, കറക്റ്റ് ആ സീക്വൻസിൽ പോകണ്ട, എന്നാലല്ലേ അത് ഫോൾഡഡ് ആവുള്ളൂ. അപ്പൊ സീക്വൻസിങ് വരുന്നുണ്ട്, പ്ലാനിങ് വരുന്നുണ്ട്. അപ്പൊ ആ ആക്ടിവിറ്റി കൊടുക്കുക. പിന്നെ മെഷറിങ് റൈസ് ഓർ വാട്ടർ, ആ രീതിയിൽ നമുക്ക് കൊടുക്കുക. അപ്പൊ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാ 1 കപ്പ് ഓഫ് റൈസ് എടുക്കുക, 1/2 കപ്പ് എടുക്കുക, 2 കപ്പ് എടുക്കുക. അത് അളവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മളിത് സ്കൂളിൽ മാത്രം അല്ലെങ്കിൽ എഴുതി പഠിക്കുക മാത്രം ചെയ്യുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾക്ക് അത് മനസ്സിലാവാതെ പോവുക. അപ്പൊ നമ്മൾ ഇതേപോലെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റി കൊടുക്കുക. അപ്പൊ ഈ ക്വാണ്ടിറ്റീസ് ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി എന്തായിരിക്കും, ആ കോൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവും. കോൺക്രീറ്റ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്പറിന്റെ സെൻസും ക്വാണ്ടിറ്റി കോൺസെപ്റ്റും അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ്. അപ്പൊ മെഷർ ചെയ്യാനായിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കുക. പിന്നെ കൗണ്ടിങ് ഫ്രൂട്ട്സ് കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ചോക്ലേറ്റോ വെജിറ്റബിൾസ് എന്താണോ അത് കൗണ്ട് ചെയ്യാനായിട്ട് കൊടുക്കാം. പിന്നെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബുക്സ് ഒക്കെ ആണെങ്കിലും അതിന്റെ സൈസും അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറും അതനുസരിച്ചിട്ട് നമ്മളിപ്പോ കുറച്ച് ബുക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ ബുക്കിലൊക്കെ നമ്മൾ ABCD എന്നുള്ളതിന്റെ ഒരു ചെറിയ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ കുട്ടീനോട് കറക്റ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം, ഓർഡറിൽ അല്ലെങ്കിൽ സൈസ് അനുസരിച്ചിട്ട്. ആ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അതും ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യാനും ഓർഗനൈസേഷൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇൻഫോർമേഷൻ റിട്രീവൽ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഓർഗനൈസിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും. വെള്ളം ഒഴിക്കുക ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമില്ലേ, ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി അതും ഈ സസ്റ്റെയിൻഡ് അറ്റൻഷൻ, ഒരു റെസ്പോൺസിബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത്ര ദിവസം നീ വേണം വാട്ടർ ചെയ്യാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് ആ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. മെമ്മറി അവിടെ ആക്റ്റീവ് ആയിട്ട് വേണം. പിന്നെ ഇത് വാട്ടർ ചെയ്യുമ്പോഴത്തേക്കും കൂടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കൂടെ നിന്നിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ സസ്റ്റെയിൻഡ് അറ്റൻഷൻ വരുന്നുണ്ട്. പ്ലാൻ ചെയ്യണം, അത് മെമ്മറൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക. പിന്നെ സിമ്പിൾ റെസിപ്പി ഫോളോ ചെയ്യുക. അത് മെയിൻലി സീക്വൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ ചായ വെക്കണം എന്നാണെങ്കിൽ എങ്ങനെ വെക്കണം സീക്വൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലെമണേഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പൊ ഒരു ബ്രെഡിൽ ജാം അപ്ലൈ ചെയ്യണം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക ചെയ്യാൻ വേണ്ടി. അപ്പൊ പറഞ്ഞ് അപ്പൊ തന്നെ ചെയ്യിപ്പിക്കുന്ന രീതിയിലും ഫസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുക. പിന്നെ നമ്മളൊരു മോർണിംഗിൽ പറഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യരുത്, ആഫ്റ്റർനൂണിൽ അവരോട് ചെയ്യാൻ പറയണം. അപ്പൊ അവർ എത്രത്തോളം ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോയിൻസ് സോർട്ട് ചെയ്യുക. കോയിൻസും നോട്ട്സ് ഒക്കെ സോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുക അതിന്റെ വാല്യൂ അനുസരിച്ച്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്പർ റെക്കഗ്നൈസ് ചെയ്യാനും ഇതിന്റെ വാല്യൂ അറിയാനൊക്കെ തുടങ്ങും. അപ്പൊ ഇവർക്ക് ചെറുതായിരിക്കുമ്പോ തന്നെ അങ്ങനെയുള്ള റോൾ പ്ലേസും ചെയ്യിപ്പിക്കുക. ആസ് എ ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ആ രീതിയിൽ കസ്റ്റമർ, അങ്ങനത്തെ റോൾ പ്ലേ ഒക്കെ ചെയ്യിപ്പിക്കുന്നതും നല്ലതായിരിക്കും. കാരണം മണി കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും
അവരെ കൊണ്ട് തന്നെ പൈസ കൊടുക്കാനും ബാലൻസ് വാങ്ങാനും പേഴ്സിന്ന് പൈസ എടുക്കാൻ. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ കയ്യിലെടുത്ത് പൈസ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തോട്ടെ ഷോപ്പ് കീപ്പറിന്. പിന്നീട് ആവുമ്പോഴേക്കും അവര് തന്നെ പൈസ കറക്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ വെക്കാം. അതുപോലെ മണി സേവിങ് ആണെങ്കിലും ആ മണീന്റെ വാല്യൂ മനസ്സിലാവണം. അത് എത്രയാണ് അല്ലെങ്കിൽ എത്ര രൂപ ബാലൻസ് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കാണിച്ചു കൊടുക്കുക. പിന്നെ കലണ്ടർ യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. കലണ്ടർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഡേറ്റ് എഴുതുന്ന ഒരു പതിവ് പോലെ ആക്കുക. നമുക്കൊരു ചെറിയൊരു ബോർഡ് എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഡേറ്റ് എഴുതണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതണം. ടൈം കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ടൈം നോക്കാനും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ടൈം എഴുതാൻ പറയാ. വീട്ടിലുള്ള സമയത്തൊക്കെ അത് കുറച്ചും കൂടി അതായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കണേ. അപ്പൊ ടൈം കോൺസെപ്റ്റ് കുറച്ചും കൂടി അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കലണ്ടർ യൂസ് ചെയ്യാനും ടൈമും അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ഡെയിലി ടൈം ടേബിൾ, നമ്മൾ ടൈം മാനേജ്മെന്റ് ഒക്കെ എഴുതില്ലേ, ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യില്ലേ, സ്റ്റഡി ടൈം, പ്ലേ ടൈം, മീൽ, ബെഡ് ടൈം, അത് കുഞ്ഞിലേ തുടങ്ങി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എഴുതാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ റിവാർഡ് എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതും അവരുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പ്ലാൻ ചെയ്യാനും കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫൈൻഡിങ് ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ്, അത് അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാനും വിഷ്വൽ സ്കാനിങ്ങിനൊക്കെ നല്ലതാ. ഇപ്പൊ നമ്മള് റെമഡിയേഷൻ ചെയ്യുന്ന സമയത്തും ഓൺലൈനിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ പറയാ, വീട്ടിലുള്ള റൗണ്ട് ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് കൗണ്ട് ചെയ്തിട്ട് വരാൻ പറയാ, എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാൻ പറയാം, എന്തൊക്കെ ഗ്രീൻ കളറുള്ള ഒബ്ജക്റ്റ് ഉണ്ടോ അത് ഏതൊക്കെയാണെന്ന് ഓർത്തിട്ട് ഒരു 5 ഒബ്ജക്റ്റിന്റെ പേര് പോയി കണ്ടുപിടിച്ചിട്ട് വരാൻ പറയാം. അപ്പൊ അവർക്ക് ആക്ച്വലി അങ്ങനെ ഒരു സെർച്ചിങ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ കറക്റ്റ് ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ സെർച്ച് ചെയ്യണം. അപ്പൊ വിഷ്വൽ അറ്റൻഷൻ ഒക്കെ കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വിഷ്വൽ പ്രോസസ്സിങ്ങിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈവൻ നമ്മൾ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ഹാളിലോ ബെഡ്റൂമിലോ എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് ഇവരോട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയാം. അങ്ങനത്തെ രീതിയിലുള്ള ഗെയിംസ് പോലെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ നോട്ട്ബുക്ക് എടുത്തിട്ട് വരും, അല്ലെങ്കിൽ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാവോ, ഡോർ അടയ്ക്കോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. എപ്പോഴും ബുക്സ് ഇൻവോൾവ് ചെയ്യണമെന്നില്ല. അതല്ലാതെ സാധാരണ അവർ ചെയ്യുന്ന കാര്യങ്ങളില്ല, ഇപ്പൊ ഫാൻ ഓഫ് ചെയ്യുക, ഡോർ അടക്കുക, അല്ലെങ്കിൽ ആ ഒരു പേന നിർത്തുന്ന, വെള്ളം എടുത്തുക, അങ്ങനെ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻ ഇല്ലേ, അങ്ങനെ ഒരു 3 സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫസ്റ്റ് തുടങ്ങി പറഞ്ഞു തുടങ്ങാം. എന്നിട്ട് പതുക്കെ ഇൻസ്ട്രക്ഷന്റെ ഇത് കൂട്ടാം. അപ്പൊ അവർ എത്രത്തോളം അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതുണ്ട്. പിന്നെ അതിനേക്കാൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇപ്പൊ അവരെന്തെങ്കിലും കാർട്ടൂൺ കാണുകയോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ടൊക്കെ വരുന്ന സമയത്ത് അവരോട് തന്നെ നമ്മൾ ആ കഥ പറയിപ്പിക്കുക. എന്താ ആദ്യം നടന്നേ, എന്താ അത് കഴിഞ്ഞിട്ട് നടന്നേ, എന്താ ലാസ്റ്റ് നടന്നേ. അപ്പൊ അവർ ആ സീക്വൻസ് അവർ ഓൾറെഡി കണ്ടതല്ലേ, അപ്പൊ ആ കറക്റ്റ് സീക്വൻസിൽ അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം. മിസ്റ്റേക്ക് വന്നാൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കാണിക്കുക. എന്നിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്തേ, രണ്ടാമത് എന്താ ചെയ്തേ, മൂന്നാമത് എന്താ ചെയ്തേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് ആ സീക്വൻസിങ് കറക്റ്റ് ആയിട്ട് അവര് ഫോളോ ചെയ്യുന്നുണ്ടോ, അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, പിന്നെ കിച്ചൺ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഇവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മന്ത്ലി ഒക്കെ ആവുമ്പോഴേക്കും ഓരോ സാധനങ്ങളുടെ ആ ഒരു ജാറിന്റെ മേലെ അതിന്റെ നെയിം എഴുതി വെക്കുക. അതൊക്കെ ഒരു പതിവാക്കുക. എന്നിട്ട് ഒരു മന്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റണം. എന്നിട്ട് വീണ്ടും ഇവര് തന്നെ വീണ്ടും ഒരു ഫ്രഷ് പേപ്പർ എടുത്തിട്ട് അതിൽ ഒട്ടിച്ചു വെക്കുക. ആ രീതിയിലൊക്കെ ഇവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ സ്നാക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവരെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കുക. ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്പർ സെൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചിപ്സ് എടുത്തെങ്കിൽ ഇത്ര ചിപ്സ് ഈ ഒരാൾക്ക് കൊടുക്കണം, ഇത്ര ചിപ്സ് അടുത്ത ആൾക്ക് കൊടുക്കണം. അതുപോലെ ഷെയറിങ്, ഇപ്പൊ ഒരാൾക്ക് മനഃപൂർവ്വം തന്നെ നമ്മൾ കൂടുതൽ എടുക്കുക, ഒരാൾക്ക് കുറവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കുട്ടീനോട് ചോദിക്കുക, ഇതിൽ കൂടുതൽ ഏതാ കുറവ് ഏതാന്നാ തോന്നണേ. ആ രീതിയിലൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാനും ഏതാ കൂടുതൽ കുറവെന്ന് മനസ്സിലാക്കാനും അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാനിങ്, കൗണ്ടിങ് അതിലൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. Clear ആണ്. ഓക്കെ, Yes. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത് ഇൻവിസിബിൾ
ക്ലാസ് റൂം റെമഡിയേഷൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മളിത് ഹൗസ് ഹോൾഡിൽ നമ്മൾ ബേസിക് കാര്യമാണ് പറഞ്ഞത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പൊ നമ്മള് ആ ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ വായിക്കുന്ന തന്നെ, ഇപ്പൊ നമ്മൾ ടൂർ പോകുന്ന സമയത്ത് പ്ലേസിന്റെ നമുക്ക് വായിക്കാൻ കൊടുക്കാം. അല്ലെങ്കിൽ കാറൊക്കെ കാണുന്ന സമയത്ത് എത്ര വൈറ്റ് കാർ കണ്ടു, എത്ര ബ്ലൂ കാർ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ക്ലാസ് റൂമിലേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡൻസ് എടുക്കാൻ കൊടുക്കാം. പക്ഷെ നമ്മൾ ആ രജിസ്റ്റർ ആ രീതിയിൽ കൊടുക്കാനല്ല, നമുക്ക് തോന്നാണ് ചില കുട്ടികൾ വീക്കായിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടീനെ തന്നെ ഏൽപ്പിക്കുക. സ്റ്റുഡൻസിനെ കൗണ്ട് ചെയ്യാനും അതുപോലെ ആരൊക്കെ പ്രസന്റ് ആണ് ആബ്സെന്റ് ആണെന്ന് അവരുടെ ബുക്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുക. ഇൻഫോർമേഷൻ ഒക്കെ അവർ കീപ്പ് ചെയ്തോട്ടെ, ആ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി വരും, അവരെ നമ്മൾ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നില്ല. നമ്മൾ അവർക്കൊരു ഇഷ്ടപ്പെട്ടിട്ട് ഒരു ടാസ്ക് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുക, എത്ര പേര് വന്നെന്ന് കൗണ്ട് ചെയ്യണം, ആരാണ് പ്രസന്റ് ആബ്സെന്റ് എന്ന് കൗണ്ട് ചെയ്യണം. അപ്പൊ അതൊരു ഡെയിലി ടാസ്ക് ആയിട്ട് മാറുമ്പോഴേക്കും നമ്പർ സെൻസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരാളെ തന്നെ അല്ല, 2-3 പേരൊക്കെ നമുക്ക് സെയിം അസൈൻ ചെയ്യുക. അവര് അവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ ആക്ടിവിറ്റി മൊത്തം ചെയ്യണ്ടേ. ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ബോർഡിൽ എഴുതിപ്പിക്കില്ലേ, അത് തന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ അങ്ങനെ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ ഇപ്പൊ ഒരു 4-5 പേരുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും മാത്സ് ഒക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അവരെ കൊണ്ട് നമ്പേഴ്സിനോടൊരു ഇഷ്ടം വരണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബോർഡിൽ ഡേറ്റും ഡേയും മന്തൊക്കെ എഴുതിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഓരോ ദിവസം ഓരോ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ അത് അവരെ കൊണ്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും, ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും ആ ഒരു ടൈം ഡേറ്റ് ഓറിയന്റേഷനോടാണെങ്കിലും സീക്വൻസിങ് ആണെങ്കിലും, സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും ഡേറ്റ് മന്ത് അങ്ങനെ എഴുതണം എന്ന് പറയുമ്പോഴേക്കും ആ സീക്വൻസിങ് അവർ കീപ്പ് ചെയ്യണ്ടേ. അപ്പൊ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോട്ട്ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, നോട്ട്ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ കൊടുക്കുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് വായിച്ച് ആ ഒരു പെർട്ടിക്കുലർ ആ കുട്ടിക്ക് കൊടുക്കണം. അതേപോലെ എല്ലാ കുട്ടികൾക്കും കിട്ടിയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എത്ര ബുക്സ് ഉണ്ടെന്ന് ആദ്യം ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്യാനൊക്കെ പറയാം. അപ്പൊ ഒരു 50 വേണ്ട, നമുക്ക് ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം ഈ കുട്ടിക്ക് ബുക്ക് കൊടുത്തിട്ട് പറയാ, ഈ ബുക്ക് കൗണ്ട് ചെയ്തിട്ട് 20 ഉണ്ടെന്ന് നോക്കാവോ എന്ന് ചോദിക്കുക. എന്നിട്ട് പിന്നെ ഓരോരുത്തർക്ക് നോട്ട്ബുക്സ് എടുത്ത് കൊടുക്കാൻ പറയാ. ഒരു കുട്ടിക്ക് ഒന്നിൽ കൂടുതൽ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാ. ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്ക് കൊടുക്കുക. പിന്നെ ഹോംവർക്ക് ആണെങ്കിലും അവര് തന്നെ എന്ത് ചെയ്യുക, റോൾ നമ്പർ അനുസരിച്ച് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എല്ലാവരുടെയും ബുക്കിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഓരോ നമ്പേഴ്സ് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഓരോ ഇമോജീസ് ഇട്ട് കൊടുക്കുക. ഈ ഇമോജീസിന്റെ ലിസ്റ്റ് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. അത് കറക്റ്റ് ആയിട്ട് പോയിട്ട് ഈ ബുക്സ് ഒക്കെ അവർ ടേബിളിൽ വെച്ചിട്ടുണ്ടാവും, ഡെസ്കിൽ വെച്ചിട്ടുണ്ടാവും. ഈ കുട്ടീനെ അതിൽ നിന്ന് പോയി സെലക്ട് ചെയ്തെടുക്കണം. ആ രീതിയിൽ നമുക്കൊരു സോർട്ടിങ്ങും ഓർഗനൈസിങ്ങും ആ സീക്വൻസ് സ്ട്രെങ്തനിങ് ഒക്കെ അവിടെ നടക്കും. ഓക്കെ, പിന്നെ ക്ലാസ് റൂം ലൈബ്രറി ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുക്സ് ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ സ്കൂളിലൊക്കെ. അപ്പൊ അതൊക്കെ അവർക്ക് കൊടുക്കുക. സബ്ജക്റ്റ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാനും സൈസ് അനുസരിച്ച് വെക്കാനും, ചിലരുടെ ബുക്സിന്റെ സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വെക്കാനൊക്കെ കൊടുക്കാം. അപ്പൊ ഇതിലൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റിക്കേഴ്സ് വെക്കാം, അല്ലെങ്കിൽ ഇതിന് നമ്പേഴ്സ് ജസ്റ്റ് ബുക്കിന്റെ അവിടെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എഴുതി കൊടുക്കുക, ഗ്രൂപ്പായിട്ട് തിരിക്കുക. അങ്ങനെ നമുക്ക് ആ ക്ലാസ് റൂമിനെ എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാലോ. ആ ഡിവൈഡ് ചെയ്തവരുടെ ബുക്സ് കളക്ട് ചെയ്യുന്നതും നമ്പർ എടുക്കുന്നതൊക്കെ അങ്ങനെയുള്ള ടാസ്കുകൾ നമ്മളിവിടെ ഏൽപ്പിക്കാം. പിന്നെ അതുപോലെ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങള് ഇവരുടെ ബുക്ക് ഇവര് നോക്കണ്ട, ഇവര് എഴുതിയത് പോട്ടെ, ഇവര് തൊട്ടടുത്തിരിക്കുന്ന ആള് കറക്റ്റ് ആയിട്ട് എഴുതിയതാണോ അല്ലേ എന്നുള്ളത് ഇവര് വേണം ചെക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കിങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. മിസ്സിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ മിസ്സിംഗ് വേർഡ്സ് ആ ആൾ എന്ത് ചെയ്യണം, ആ നോക്കുന്ന ആള് വേറൊരു പേപ്പറിൽ എഴുതിയിട്ട് ആ എഴുതിയ ആൾക്ക് കൊടുക്കണം. ആ ബുക്ക് ആരുടെ ആണോ അവർക്ക് അത് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വിഷ്വൽ ട്രാക്കിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇവര് നോക്കുന്ന സമയത്ത് ആ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടും അതിനുശേഷം അതിന്റെ കറക്ഷനും. അപ്പൊ വിഷ്വൽ ട്രാക്കിങ്ങും അറ്റൻഷനും വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് കാരിയർ ആണ്. മെസ്സേജ് കാരിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെർബൽ മെസ്സേജസ്, നമ്മൾ മെസ്സേജസ് പറയണം, ഇന്ന ടീച്ചറിനോട് പറയണം, അല്ലെങ്കിൽ ഈ സ്റ്റാഫിനോട് പറയണം, ഈ സ്റ്റുഡന്റിനോട് പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ
അത് നമ്മൾ വേറൊരു ടീച്ചറായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമുക്കത് അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ചിലപ്പോൾ ഈ സബ്ജക്റ്റിൽ മിസ് വരുമോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. അത് പതുക്കെ നമ്മൾ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പറയാം. 3 നോട്ട്ബുക്ക് കെമിസ്ട്രി, ഇപ്പൊ കെമിസ്ട്രി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 3 ബുക്ക് ബേസിക് സയൻസും 2 ബുക്ക് ഇംഗ്ലീഷും 2 ബുക്ക് മലയാളത്തിന്റെയും മിസ് ചോദിച്ചിരുന്നു എന്ന് ആ മിസ്സിനോട് പറയാനായിട്ട് നമ്മൾ ഏൽപ്പിക്കാന്ന് വിചാരിക്കുക. നമ്മളത് ആ ടീച്ചറിനോട് ഓൾറെഡി പറഞ്ഞു വെക്കുക. നമ്മൾ കുട്ടീന്റെ ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞു വെക്കുക. അത് അവരുടെ അറ്റൻഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓൾറെഡി പറയാം. അപ്പൊ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോയിട്ട് അത് പറയില്ലേ, അപ്പൊ ഇവര് മെമ്മറിയിൽ അത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് അവിടെ പോയിട്ട് അതിനെ റിട്രീവ് ചെയ്യണേ. അപ്പൊ അത് എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്പേഴ്സ് പരിചിതമാവും. അതുപോലെ തന്നെ സീക്വൻസിങ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഈ മെസ്സേജ് പാസിംഗ് ഗെയിം ഒക്കെ കളിക്കില്ലേ ക്ലാസ് റൂമിലാണെങ്കിലും, അപ്പോ നമ്മൾ എന്താന്ന് വെച്ചാൽ സെന്റൻസ് ഒക്കെ പറയുന്നത് ഓക്കെ ആണ്, അതിന്റെ കൂടെ കുറച്ച് നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. Okay. ഇനി കലണ്ടർ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വേണം, നേരത്തെ ഡേറ്റ് മാറ്റി എഴുതാൻ പറഞ്ഞില്ലേ, അതേപോലെ കലണ്ടർ ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ഓരോ ദിവസവും ഒരു സ്ക്വയർ വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ കുട്ടികളോടും അതാത് മാസത്തെ കലണ്ടറിന്റെ ആ ഫോർമാറ്റിൽ വരച്ച് വെക്കാനായിട്ട് പറയാ. ഓരോ ദിവസം കട്ട് ചെയ്ത് പോവാനായിട്ട് പറയാ. ജസ്റ്റ് അതിലൊന്ന് എന്തെങ്കിലും മാർക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ എവറിഡേ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടേ, അത് കൊടുക്കാം. പിന്നെ വെദർ ചാർട്ട് ഹെൽപ്പർ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോ വെയില്, മഴ അങ്ങനെയില്ലേ, അത് ഓരോ വെദർ ഇങ്ങനെ എടുത്ത് വെക്കുക പിക്ചേഴ്സ് പോലെ. എന്നിട്ട് ഇവര് പുറത്തത്തെ ആ ഒരു ഇത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വെദർ മാറുന്നതനുസരിച്ച് ഇവിടെ മാറ്റി മാറ്റി വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അറ്റൻഷനും അതേപോലെ തന്നെ വിഷ്വൽ പ്രോസസ്സിങ്ങിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു ഒബ്സർവേഷൻ ചെയ്യണ്ടേ, ഫുൾ ടൈം ഒബ്സർവ് ചെയ്യണം. അതുപോലെ അതിനെ ക്ലാസിഫൈ ചെയ്യണം. കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പിക്ചേഴ്സ് കറക്റ്റ് ആയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കറക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് കൊടുക്കാം. പിന്നെ ഈ ചോക്കും മാർക്കറൊക്കെ വെക്കില്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു കുട്ടീനെ ഏൽപ്പിക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യാനും പ്രോപ്പർ പ്ലേസസിൽ വെക്കാനും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒപ്പം നമ്മൾ അതൊക്കെ സോഫ്റ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ആ രീതിയിലായിരിക്കണം ഈ ഇൻവിസിബിൾ റെമഡിയേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അവർക്കൊരിക്കലും നമ്മളൊരു അവരുടെ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കൊരു പണിഷ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർ നമ്മൾ ഈ സ്കില്ല് പഠിപ്പിക്കാൻ ചെയ്യുന്ന പോലെയോ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഏറ്റവും നോർമൽ ആയിട്ട് വോം ടോണിൽ തന്നെ കുട്ടികളായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ക്ലാസ് റൂമിന്റെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന പോലെ അത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളോടും പെൻസിൽ അവരവരുടെ പേര് എഴുതി സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറയാം. എന്നിട്ട് എല്ലാ ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളുടെയും പെൻസിൽസ് ഒക്കെ കൂടി ഒരു ബോക്സിൽ കൊണ്ടുവന്ന് ഇടാം. എന്നിട്ട് ഒരു കുട്ടീനെ കൊണ്ട് അത് കൗണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ മിക്ക പെൻസിൽസും ചിലപ്പോൾ ഒരേപോലെ ഇരിക്കും ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തത് സോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് വെക്കുക. അതിൽ നിന്ന് സോർട്ടിങ്ങും അതുപോലെ കൗണ്ട് ചെയ്യാനും അത് പേര് നോക്കി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും ആരുടെയാണെന്ന് വായിക്കാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വർക്ക് ഷീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക. വർക്ക് ഷീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് അപ്പോൾ അവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. എത്ര വർക്ക് ഷീറ്റ്സ് വേണം എന്നൊരു കൗണ്ട് ചെയ്തിട്ട് ഓരോ ബെഞ്ചിൽ എത്ര കുട്ടികളുണ്ടെന്ന് കൗണ്ട് ചെയ്ത് എടുത്തുകൊണ്ടേ കൊടുക്കണം. അതുപോലെ വർക്ക് ഷീറ്റ്സിൽ നമ്മൾ തന്നെ അവരുടെ പേര് എഴുതി കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൗണ്ടിങ്ങും അറ്റൻഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനൊക്കെ കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ആക്കുക, അതും അവർക്ക് കൊടുക്കുക. സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ അത് കുറച്ചും കൂടി സ്റ്റാർട്ടിങ്ങിൽ നോക്കുമ്പോൾ ഓൾറെഡി ഡിഫിക്കൽട്ട് ഉള്ള കുട്ടികൾക്ക്, ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ആക്ച്വലി അതുവരെ ബുദ്ധിമുട്ട് ചിലപ്പോൾ കാണിക്കും. അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കുക. 2 പേരെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ എത്ര പെയർ ഉണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലാസ് റൂം എന്ന് വെച്ചാൽ എത്ര ബുക്സ് റിട്ടേൺ ചെയ്യണം, എപ്പോഴാണ് അവിടുത്തെ ടേബിൾ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. കുറെ ബുക്സും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ പ്ലേസസിൽ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഇവർക്ക് ആ കറക്റ്റ് സ്ഥലം എവിടെ, ഇപ്പൊ രാവിലെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് എടുത്തു, അപ്പൊ നമ്മൾ കുട്ടീനോട് പറയണം വൈകുന്നേരം ഇത് എടുത്ത് വെക്കാനുള്ളതാ, അപ്പൊ നീ ഇത് എവിടെ വെച്ചേന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുക. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ ഇത് കറക്റ്റ് പ്ലേസിലാണോ വെക്കണേ ആ രീതിയിൽ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹിന്റ് ഒക്കെ വെക്കാം.
പിന്നെ പിന്നെ അവർ കറക്റ്റ് ആയിട്ട് ആ പ്രോപ്പർ പ്ലേസസിൽ വെക്കുക. അതും എപ്പോഴും ഒരു കുട്ടീനെ കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ പല കുട്ടികളെ കൊണ്ടിട്ട് വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചാൻസസ് കൊടുക്കുക ചെയ്യാനായിട്ട്. പിന്നെ ഡെയിലി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാനായിട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കാന്ന് വിചാരിച്ചു, അത് ആ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ വായിപ്പിക്കുക, അല്ലെങ്കിൽ അത് ബോർഡിൽ എഴുതിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പിന്നെ സ്റ്റോറി സീക്വൻസ്, കുറച്ച് പിക്ചർ കാർഡ്സ് കൊടുത്തിട്ട്, പിക്ചർ കാർഡ്സ് ഉണ്ടാവില്ല, ഒരു സ്റ്റോറീനെ നമ്മൾ പല പിക്ചർ കാർഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് കറക്റ്റ് സീക്വൻസിൽ വെച്ചിട്ട് പറയിപ്പിക്കുക. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ബോർഡിൽ വരച്ചു കൊടുക്കുക. അതനുസരിച്ച് അവർ കറക്റ്റ് ഏത് സീക്വൻസിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ആ സ്റ്റോറി പറയാ. അവരുടേതായ രീതിയിൽ അതിനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഉള്ളതാണ് ടൈം ടേബിൾ. ടൈം ടേബിൾ മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ നെക്സ്റ്റ് പീരീഡ് എന്താന്ന് ഒരു കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടി ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയാം നെക്സ്റ്റ് പീരീഡ് ഇതാണ് എന്ന് പറയാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കി നോക്കി പറഞ്ഞിട്ട് പിന്നെ അവർ പ്രാക്ടീസ് ചെയ്യാം. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ടൈം ടേബിൾ തന്നെ അവർ കാണാതെ പഠിക്കുമല്ലോ, അത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് അത് പറയാൻ പറ്റണം. അതുപോലെ ഒരു ടൈം അവയർനെസ് അവർക്ക് തന്നെ കിട്ടും. അതിങ്ങനെ എപ്പോഴും ചെയ്തിരുന്നാൽ ടൈം നോക്കാതെ തന്നെ ആ ടൈം ആകുമ്പോഴേക്കും ബെല്ലടിക്കുന്ന മുന്നേ തന്നെ അവർക്ക് ആ ടൈം അവയർനെസ് കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. Clear ആണ്. ഓക്കെ. പിന്നെ ലൈൻ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോകില്ലേ, ലീഡ് ചെയ്യുന്ന സമയത്ത് അവര് തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ, ഇവര് പ്ലേസിലാണോ എന്ന് നോക്കുക, എല്ലാം മോണിറ്റർ ചെയ്യണം, പ്ലേസ്, ഡയറക്ഷൻ എല്ലാം. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഗെയിം പോലെ ആണെങ്കിലും ലെഫ്റ്റും റൈറ്റ് ഒക്കെ മിക്കപ്പോഴും ഈ ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾക്ക് മാറിപ്പോവല്ലോ. അപ്പൊ ഇവര് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് എന്നുള്ളത് നേരെ അങ്ങനെ പറയാതെ എല്ലാവരും ലെഫ്റ്റിലേക്ക് പോവുക, റൈറ്റ്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡയറക്ഷൻ മാറ്റി മാറ്റി കൊടുത്തിട്ട് ഡയറക്ഷനോട് കുറച്ചും കൂടി ഫെമിലിയർ ആക്കാനുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. പിന്നെ അതേപോലെ ആ ക്ലാസ് റൂമിലുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഉള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഒരു ലൈന് വരച്ചു കൊടുക്കാനാണെങ്കിലും ഹെഡിങ് എഴുതാനാണെങ്കിലും ഹെഡിങ് അണ്ടർലൈൻ ചെയ്യാനാണെങ്കിലൊക്കെ നെക്സ്റ്റ് ഇരിക്കുന്ന കുട്ടിക്ക് ആ രീതിയിൽ കൊടുക്കാനായിട്ട് പറയാം. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് റൂം ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തീരുന്ന സമയത്ത് ഇപ്പൊ ക്ലാസ് റൂമിന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കുകയാണ്. ഇപ്പൊ ചെയർസ് ഒക്കെ കറക്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ബുക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചോ, വിൻഡോസ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമ്മൾ വെക്കുക. ഓരോ കുട്ടിക്കും ഓരോ ദിവസം ഏൽപ്പിക്കുക. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ അതിൽ വായിക്കണം, കറക്റ്റ് ആ പോയിന്റിൽ നേരെ ടിക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ സീക്വൻസിങ്ങും അതുപോലെ നമ്മളൊരു ഓർഡർ ചെയ്യുക, ഈ ഓർഡറിൽ വേണം അത് ചെയ്യാനായിട്ടെന്നൊക്കെ. അപ്പൊ ഒരു ഓർഗനൈസിങ്ങും അറ്റൻഷനും സീക്വൻസിങ് ഒക്കെ നമുക്ക് അതിൽ കറക്റ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ. അപ്പോ ഇത്രയാണ് നമ്മളുടെ ഇൻവിസിബിൾ റെമഡിയേഷന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് നോക്കിയത്. ഇത് ജസ്റ്റ് ഇൻവിസിബിൾ റെമഡിയേഷൻ ആയതുകൊണ്ടാണ് കറക്റ്റ് ആ മെയിൻ കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാതെ ഈ രീതിയിലുള്ള ഒരു റെമഡിയേഷൻ ഫോളോ ചെയ്യണേ. അപ്പൊ ഇന്നത്തേൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേൾക്കുന്നില്ല Doubt കേട്ടോ. ഒന്നും ഇല്ല മാം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഈ നോട്ട് സൈസോണിന്റെ ഗ്രൂപ്പിൽ അയക്കൂട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ചോദിക്കാം. ഓക്കെ. ഹലോ, മാഡത്തിന്റെ പേഴ്സണൽ നമ്പർ ഇതിലുണ്ടാ? ഉണ്ട്. ഞാൻ ഈ നോട്ട് അയക്കില്ലേ, അത് എന്റെ നമ്പറാ. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ശരി. Good night. ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.